السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حاميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ പരമാവധി പരിശുദ്ധമാക്കി തീർക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്. അർഹമർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ജീവിതം നൽകി നമ്മെ എല്ലാവരെയും പവിത്രരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലേക്ക് വളരെ പുണ്യത്തിൻ്റെതായ ഒഴുക്കുമായി കടന്നു വന്ന പരിശുദ്ധ റമദാൻ, ആ വിലപ്പെട്ട നിമിഷങ്ങൾ, നാം ഏറെ സ്നേഹിച്ച നമ്മിലേക്ക് വന്നണഞ്ഞ അതിഥി തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ പരിശുദ്ധ റമദാൻ വിട പറയുന്നല്ലോ എന്നതിൽ ആത്മാർത്ഥമായി തന്നെ അവന് ദുഃഖം അണപൊട്ടുന്ന സന്ദർഭമാണിത്. കാരണം മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ധാരാളം ഓഫറുകൾ നൽകപ്പെട്ട ഈ ധന്യമായ നിമിഷങ്ങൾ, ഇത് ഇനി അനുഭവിക്കാൻ അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം എന്ന വേർപാടിന്റെ ദുഃഖമാണ് വിശ്വാസികളുടെ മനസ്സിലുള്ളത്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞ
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അതിവിദൂരത്തിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലായിക്കൊണ്ടാണോ റബ്ബേ ഈ മാസത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു കിടക്കുന്നത് എന്ന നൊമ്പരം മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദൂതൻ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചരന്മാർ, സഹാബിമാർ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ ആമീൻ പറഞ്ഞത്? അത്താനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു സഹാബിമാരെ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദുആ നടത്തി. 3 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. നമ്മുടെ സന്ദർഭവുമായി യോജിക്കുന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. പരിശുദ്ധ റമദാനിൽ ഒരാൾക്ക് ജീവിക്കാനും വ്രതമനുഷ്ഠിക്കാനും കഴിഞ്ഞുകൂടാനും ഒക്കെ അവസരം കിട്ടിയിട്ടും പാപത്തിന്റെ കറകൾ ഹൃദയത്തിൽ ബാക്കിയായ നിലയിലാണ്, പാപത്തിൽ നിന്ന് പരിശുദ്ധരാവാതെയാണ് ഒരാൾ ഈ മാസത്തോട് വിട പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആ മനുഷ്യൻ വളരെയധികം ദൂരത്തേക്ക് ആട്ടിയോടിക്കപ്പെടട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം അത് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയൂ. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, 10-26 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ വലിയ ഓഫറുകൾ ഉണ്ടായിരുന്ന ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. ഇനിയും പലതും നമ്മുടെ മുമ്പിൽ വരാനിരിക്കുകയാണ്. പക്ഷേ ഉദാസീനതയുടെയും ആലസ്യത്തിന്റെയും മാതൃകകളായി മാറിയ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ആവേശങ്ങൾ കാണിച്ചിരുന്ന റമദാനിന്റെ ആദ്യ ദിവസങ്ങളിലെ ജമാഅത്തിന്റെ അംഗസംഖ്യ ഇന്ന് പള്ളികളിലില്ല. ആളുകളുടെ ആവേശം കുറഞ്ഞുപോയി. നമ്മുടെ ചിന്തക്ക് നേർ വിപരീതമായി അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും വലിയ പുണ്യങ്ങൾ റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ തന്നെ നിറച്ചു വെച്ചു. പക്ഷേ നമ്മുടെ മനസ്സുകൾ മാറിപ്പോയി. ഈദിന്റെ ചിന്തയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം, അതിന്റെ ഷോപ്പിങ്ങുകളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം മനസ്സുകൾ ഉടക്കി നിൽക്കുന്നു. റമദാൻ എന്ന ഭക്തി നിർഭരമായ ചിന്തയിൽ പലതും ഇടങ്കോലിടപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നാം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷങ്ങളെയും കാണുക. ഈ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് നൽകപ്പെടാത്ത ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ശവ്വാലിലേക്ക് കടക്കുന്നതെങ്കിൽ, നമ്മിലേക്ക് കടന്നു വന്ന ഈ അതിഥിക്ക് എന്താണ് റബ്ബിന്റെ കോടതിയിൽ പറയാനുള്ളതെന്ന ബോധമാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. നമ്മിലേക്ക് കടന്നു വന്ന മഹനീയമായ ഈ അതിഥി, അസ്സിയാം, വ്രതം എന്ന് പറയുന്ന ഈ അതിഥി, ആതിഥേയരെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ പോവുകയാണ് റബ്ബിന്റെ കോടതിയിൽ. ആതിഥേയരായിരുന്നു നമ്മൾ. ആ അതിഥിയെ സ്വീകരിച്ച നമ്മൾ ആ സ്വീകരണത്തിൽ എന്താണ് കുറവ് വരുത്തിയത്, എന്താണ് നാം പെരുമാറിയത് എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്രതാനുഷ്ഠാനം, പരിശുദ്ധ റമദാനിന് ഇത്രമാത്രം മഹത്വമുണ്ടാകാൻ നിമിത്തമായ അത്ഭുതകരമായ പല കാരണങ്ങളാൽ ഒരു കാരണമായ ഖുർആനിന്റെ അവതരണം. ഈ 2 സംഗതികളും അതാ അള്ളാഹുവിന്റെ കോടതിയിൽ സാധുക്കളായ നമ്മെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോകുന്നു. എന്തു പറയും അള്ളാഹുവിന്റെ കോടതിയിൽ ഇത് രണ്ടും പോയിട്ട്? നാം അതിന് മാത്രം എന്താണ് ഈ അതിഥികളെ മാനിച്ചത്? നാം അതിന് മാത്രം ഈ വിശുദ്ധ ഖുർആനിനോടും ഈ വ്രതാനുഷ്ഠാനത്തോടും നമ്മൾ എന്ത് നീതിയാണ് പുലർത്തിയത്? ചിന്തിക്കേണ്ടുന്ന അനർഘമായ നിമിഷങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും നമ്മൾ ഈ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ അവിടെ സംസാരിക്കാൻ പോവുകയാണ്. അടിമക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടി എന്നെ മാനിച്ച മനുഷ്യനാണ് ഇയാൾ. ആഗ്രഹങ്ങൾ എന്തുമുണ്ടായപ്പോഴും അള്ളാഹുവെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്നെ മാനിക്കാൻ വേണ്ടി ശഹവാത്തുകളെയും ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും അടക്കി നിർത്തിക്കൊണ്ട്
ഏറ്റവും വലിയ ത്യാഗമനുഷ്ഠിച്ച മനുഷ്യനാണ് റബ്ബേ ഈ നിൽക്കുന്നത്. എനിക്ക് അയാളെ കുറിച്ച് നിന്നോട് പറയാനുണ്ട്, അയാൾക്ക് പുറത്തു കൊടുക്കണം. നോമ്പാണ് സംസാരിക്കുന്നത്. എന്നെ പാരായണം ചെയ്തിട്ടും എന്നെ പഠിച്ചിട്ടും എന്നെ കുറിച്ച് ചർച്ച ചെയ്തിട്ടും എന്നെ കുറിച്ച് സംസാരിച്ചിട്ടും ക്ഷീണം സഹിച്ച് ഉറക്കമിളച്ച് പ്രയാസപ്പെട്ട മനുഷ്യനാണ് റബ്ബേ ഈ നിൽക്കുന്നത്. ഖുർആൻ പറയുകയാണ്, എന്നെ പഠിക്കാൻ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി റബ്ബി ഇന്നി മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിലേറെ ഉറക്കമിളച്ച മനുഷ്യനാണ് ഇയാൾ. എന്നെ പഠിക്കാനും പാരായണം ചെയ്യാനും എന്നതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ച ത്യാഗമനുഷ്ഠിച്ച മനുഷ്യനാണ് ഇയാൾ. എനിക്ക് ഇയാളെ കുറിച്ച് പറയാനുണ്ട് റബ്ബേ, പുറത്തു കൊടുക്കുക. ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് റെക്കമെൻഡ് പറയുന്നത് നീ സ്വീകരിക്കണേ നാഥ എന്ന് അനുകൂലമായി റമദാനും ഖുർആനും ഒക്കെ സാക്ഷി പറയുന്ന ലോകമാണ് റബ്ബിന്റെ കോടതി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, ഈ അനർഘമായ നിമിഷങ്ങളിൽ, വിലപ്പെട്ട ഈ സന്ദർഭങ്ങളിൽ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവോട് നമുക്ക് പറയണ്ടേ, നാഥാ ഈ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ മാത്രം ഈ വിശുദ്ധ ഗ്രന്ഥത്തോട് എന്ത് നീതിയാ ഞങ്ങളൊക്കെ പുലർത്തിയത്? ആ തിരിയെ ഒന്ന് നോക്കാൻ തയ്യാറായോ? ആ തിരിയെ ഒന്ന് മാനിക്കാൻ തയ്യാറായോ? ഒരു തവണയെങ്കിലും ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു തീർക്കാത്ത ഹതഭാഗ്യരില്ലേ നമ്മുടെ കൂട്ടത്തിൽ ഈ മാസമായിട്ട് പോലും? അതിൽ പറഞ്ഞ ആശയങ്ങൾ എന്തെന്ന് അക്ഷരത്തെറ്റ് കൂടാതെ വായിക്കാൻ അറിയാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം നാമധാരികളല്ലേ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമോ? നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അനുകൂലമായി ഈ ഖുർആൻ സംസാരിക്കുമോ? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, എന്നെ ഓർത്ത് ത്യാഗം സഹിച്ച മനുഷ്യനാണ് ഈ നിൽക്കുന്നതെന്ന് പറയാൻ മാത്രം നമ്മൾ എന്തേ ഖുർആനുമായി സ്നേഹിച്ചത്? നമ്മൾ എന്തേ ഖുർആനുമായി ബന്ധപ്പെട്ടത്? കേൾക്കുന്നതും പറയുന്നതും ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലൂടെ പുറത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് ധിക്കാരത്തിന്റെ സ്വരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു തത്വങ്ങളോടും കൂറുപുലർത്താതെ സ്വന്തം ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കിയ ഹതഭാഗ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിൽ ഈ വിശുദ്ധ കലാം നമുക്ക് അനുകൂലമായി ഒരക്ഷരം പറയാൻ നിവൃത്തിയുണ്ടോ? ചിന്തിച്ചു നോക്കുക. അല്ലാഹുവേ, നീ അത്തരം ഹതഭാഗ്യരുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണേ. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്ത് അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമുക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ആയുസ് കുറഞ്ഞവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. ഒരുപാട് അമല് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സ്ഥിതി നമുക്കറിയാം. 950 കൊല്ലമാണ് മഹാനവറുകൾ ജീവിച്ചത്. ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെടുന്ന പ്രവാചകന്റെ മാത്രം ആയുസ്സായിരിക്കില്ല അത്. ആ സമുദായത്തിന്റെയും ഒരു ശരാശരി അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലും 600ഉം 700ഉം ഒരുപാട് കൊല്ലങ്ങളോളം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവസരം ലഭിക്കപ്പെടുന്ന ആ സമുദായത്തെ അവരുടെ അമലുകൾ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായ സങ്കടം എന്റെ ഉമ്മത്തിനതില്ലല്ലോ. ആ ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിച്ചരുളിയ ഏറ്റവും വലിയ സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ. ഒരു പുരുഷായുസ് കൊണ്ട് ഒരു മനുഷ്യൻ ഇബാദത്തെടുത്താൽ തീരാൻ കഴിയാത്തത്ര മഹനീയമായ പുണ്യങ്ങൾ വാരിക്കോരി നിറച്ചുകൊണ്ട് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രി. 84 കൊല്ലം, 83 ചില്ലാനും കൊല്ലം തുടർച്ചയായി ഇബാദത്തിൽ മുഴുകാൻ ആർക്കാ സഹോദര സാധിക്കുക? എനിക്കോ നിങ്ങൾക്കോ മനസ്സ് വെച്ചാൽ സാധിക്കുമോ? ഒരു 100 കൊല്ലം ജീവിക്കാൻ ഒരാൾക്ക് ആയുസ് നൽകപ്പെട്ടാൽ പോലും അയാൾക്ക് 83 ചില്ലാനും കൊല്ലം തുടർച്ചയായി ഇബാദത്തെടുക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര കൊല്ലം ഒരാൾക്ക് ആയുസ് നൽകുന്നുവോ ആ കൊല്ലങ്ങളിൽ മുഴുവൻ ഓരോ ദിവസമതാ ഒരൊറ്റ രാത്രി നീ ഉപയോഗപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ മുഴുവൻ നീ ചെയ്താൽ കിട്ടാത്തത്ര വലിയ പോരിശയാണ്, മഹത്വമാണ് കിട്ടാൻ പോകുന്നത്. ലൈലത്തുൽ ഖദ്ർ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. മലക്കുകളുടെ ഒഴുക്കാണെന്ന് അല്ലാഹു തുടരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തുകൾ ഒഴുകി ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്,
മലക്കുകൾ, റഹ്മത്തിന്റെ മാലാഖമാർ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി ലോകത്തേക്ക്, വാനലോകത്ത് നിന്ന്. മലായിക്കത്തുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കൂലം കുത്തി ഒഴുക്കാണ് ഭുവനലോകത്തേക്ക് മലക്കുകൾ ഒഴുകുകയാണ്. നേതാവാരാണ്? മലക്കുകളുടെ പടയെ നയിക്കുന്ന നേതാവാരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനും മലായിക്കത്തുകൾക്കുമൊക്കെ കയറിപ്പറ്റാവുന്ന, സന്ദർശിക്കാവുന്ന പരുവത്തിലാണോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഖൽബും വീടുകളും ഒക്കെ ഉള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാമിനും റഹ്മത്തിന്റെ മലക്കുകൾക്കുമൊക്കെ സന്ദർശനം നടത്താവുന്ന പരിശുദ്ധിയിലാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളുള്ളത്, നമ്മുടെ വീടുകളുള്ളത്, നമ്മുടെ വീടുകളുടെ സജ്ജീകരണങ്ങളുള്ളത്, നമ്മുടെ സംസ്കാരമുള്ളത്? അവർക്കൊക്കെ കയറാനും കാണാനും പറ്റിയ സ്ഥലങ്ങളാണോ? ലാ യദ്ഖുലുൽ മലായിക, മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ലെന്ന് പറഞ്ഞ സർവ്വതോന്യാസങ്ങളും സർവ്വ ആളുകളുടെയും ഖൽബുകളിലും വീടുകളിലും നിറഞ്ഞാടി തിമർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലായിക്കത്തും റൂഹുമൊക്കെ ഇറങ്ങുന്ന ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മൾ അവരെ സ്വീകരിക്കാനും വലിയ വലിയ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ദിവസങ്ങളായ ഇത്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അത് നേടിയെടുക്കാനും മാത്രം നാം ശുദ്ധരാണോ? പരിശോധിക്കേണ്ട നേരമാണിത്. എന്നിട്ട് പരിശോധിച്ചിട്ടോ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയേ പറ്റൂ, ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിച്ചേ പറ്റൂ. നാം ചിന്തിച്ചു നോക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായി വെറുത്തിട്ടുള്ള സംഗതികൾ നിറഞ്ഞാടുന്ന ഭവനങ്ങളാണ് ഇന്ന് നമ്മുടെ വീടുകൾ, അല്ലേ? പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടേതായ സർവ്വ സൂക്ഷ്മതകളെയും തകരാൻ ഇനി അധികം ദിവസങ്ങളില്ല. ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇരിപ്പാണ്. കഴിഞ്ഞുപോയോ എന്തോ അള്ളാഹുവിനാണ് അറിയുക. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക. 10 ദിവസങ്ങളിലെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒറ്റയായ രാവുകളിൽ സാധ്യതകളുള്ള ദിവസങ്ങൾ അതും കുറെ കഴിഞ്ഞുപോയി. ഇന്ന് വരാനിരിക്കുന്ന ഒരു രാവും ഏറെ സാധ്യതയുള്ള ഒരു രാവാണ്. ഉപയോഗപ്പെടുത്തിയവർ മഹാന്മാർ ഉപയോഗപ്പെടുത്തി, അല്ലാത്തവർ വലിയ നഷ്ടത്തിലായി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നാം നമ്മുടെ നാഥനോട് ഏറ്റുപറയേണ്ടത്? നാഥ, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് ഖദ്റിന്റെ രാത്രിയിലും പ്രധാനമായും ഏറ്റുപറയേണ്ടത്. തൗബ തന്നെയാണ്, പശ്ചാത്താപം തന്നെയാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന വേളയിലും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ വരേണ്ടത് കുറ്റബോധമാണ്. പൊറുക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഏറ്റവും വലിയൊരു സംഗതി വേറെയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ്റിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ഏറെ എന്റെ നാഥനോട് ചോദിക്കേണ്ടത്? എന്തിനാ ഞാൻ ചോദിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെങ്കിൽ അതല്ലേ ആ അവസരത്തിൽ മുത്ത് മുസ്തഫ പഠിപ്പിക്കേണ്ടത്? ഒരാൾ ഈ ലോകത്ത് ഏറ്റവും നേടിയെടുക്കേണ്ട സമ്പാദ്യം എന്താണെങ്കിൽ അതല്ലേ ഏറ്റവും കിട്ടേണ്ട അവസരത്തിൽ ചോദിക്കേണ്ടത്? ചോദിക്കുന്നതൊക്കെ തരും എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ രാവിൽ ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന് ഉറപ്പുള്ള ദിവസത്തിൽ എന്തു പറയണം എന്ന മഹദിയുടെ ചോദ്യത്തിന് മുത്ത് മുസ്തഫ പറയേണ്ടത് എന്തായിരിക്കും? നമ്മളുടെയൊക്കെ കണക്കുകൂട്ടൽ അനുസരിച്ച് കുറെ പണം തരണം അല്ലാ, സൗകര്യങ്ങൾ തരണം അല്ലാ, പ്രയാസങ്ങൾ തീർക്കണം അല്ലാ, നല്ല വീട് വേണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള അവസരത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നരകത്തിൽ നിന്ന് രക്ഷ നേടലാണ്. അതിനാവശ്യമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാപ്പ് കിട്ടലാണ്. ഏറ്റവും വലിയ മാപ്പ് കിട്ടണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയിഷ, നീ അധികരിപ്പിച്ചോ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ മാപ്പ് കൊടുക്കുന്നവനാണ്. അല്ലാഹ്, മാപ്പ് കൊടുക്കൽ നിനക്ക് വലിയ ഇഷ്ടമാണ്. ഒരാളോട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് മനുഷ്യനല്ലേ പ്രയാസമുള്ളത്, അല്ലാഹുവിന് അത് ഏറെ ഇഷ്ടമാണ്. ഫഅഫു അന്നീ
ഫഅഫു അന്നി, നീ എന്നോട് മാപ്പാക്കണം, എന്നോട് മാപ്പാക്കണം. ആവർത്തിച്ച് ഇത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നരകമോചനത്തിന് ആവശ്യമായത് മഗ്ഫിറത്താണ്, അഫ്വ് കിട്ടലാണ്. അള്ളാഹുവിനോട് നിരന്തരമായി അതിന് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സ് മുഴുവൻ, അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഹറാമിന്റേതായ രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, റമദാനായിട്ട് പോലും കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ഹതഭാഗ്യന്മാർ, കാതുകളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ദൗർഭാഗ്യവാന്മാർ, നാക്ക് നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ദൗർഭാഗ്യവാന്മാർ കാത്തിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ. കഴിഞ്ഞോ നമുക്ക് ഈ മാസം? പരിശുദ്ധമായ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞുവോ, പറഞ്ഞുവോ? കൂട്ടക്കരച്ചിലിന്റെ നേരമല്ല, ആളുകളുടെ മുമ്പിൽ ഇരുന്ന് കരയേണ്ട സന്ദർഭമല്ല, ഒറ്റക്കിരുന്നു കൊണ്ട് എന്റെ ഖബർ ഓർത്തുകൊണ്ട് കരയേണ്ട നേരമാണിത്. എന്റെ ഖബർ ഞാൻ ഓർക്കണം, എന്റെ മഹ്ശർ ഞാൻ ഓർക്കണം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്ക് കണക്ക് പറയാനുണ്ട്. അവിടെ പാർട്ടിക്കാരില്ല ഹെൽപ്പ് ചെയ്യാൻ, ഗ്രൂപ്പുകാരില്ല, നേതാക്കന്മാരില്ല, സംഘടനകളില്ല, ആരും നമ്മെ സഹായിക്കാനില്ല. അവനവന്റെ അമല് മാത്രം അവിടെ മുടിനാരിഴകീറി വേർതിരിക്കപ്പെടുകയാണ്. അല്ലാഹ് നിന്റെ കോടതിയിലെത്തുമ്പോ ഞാൻ എന്തു പറയും? ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു പലതും, ഭർത്താവിന് വേണ്ടി ഞാൻ പലതും ചെയ്തു, ജ്യേഷ്ഠാനുജന്മാരെ തൃപ്തിപ്പെടുത്താൻ പലതും ചെയ്തു, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പലരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്തു. അല്ലാഹ്, ആരെയും ഇന്ന് എനിക്ക് കാണുന്നില്ലല്ലോ, ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും എന്റെ നാഥന്റെ മുമ്പിൽ? ഇതോർത്തൊറ്റക്കിരുന്ന് കരയാൻ കഴിയണം. അതിനുള്ള രാവുകളാ ഇനിയും വരുന്നത്, അതിനുള്ള പകലുകളാ ഇനിയും വരുന്നത്. പക്ഷേ ചിന്ത മാറിപ്പോയി. പിശാചിന്റെ അനുയായികൾ ഇശൽ സന്ധ്യക്കുള്ള പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തു തുടങ്ങി. മനസ്സിലാക്കണം, നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ ഒരാൾക്കും നാം മരുന്ന് കൊടുക്കരുത്. അതുകൊണ്ട് ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വേളകളാണ് ഇനിയും നമ്മുടെ മുമ്പിൽ വരാനുള്ളതെങ്കിൽ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടെ സഹോദര. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടുന്ന നേരമാണിത്. അത് തന്നെ ആവർത്തിച്ചു പറയേണ്ടതാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോയാലുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം, അത് മനസ്സറിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ നോമ്പിൽ വന്നുപോയിട്ടുള്ള അപാകതകളോ കുറ്റങ്ങളോ ഒക്കെ ധാരാളം ഉണ്ടാകാം. പക്ഷേ അത് അധികം ഉണ്ടായിക്കൂടാ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നോമ്പ് നോൽക്കുന്നത് അത്ര സൂക്ഷ്മതയിലാവണം. ഏറിയാൽ എത്ര ഉണ്ടാകാവൂ? നോമ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ എന്തേ ഉണ്ടാകാവൂ? ഒരു 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന കുറ്റങ്ങളെ ഉണ്ടാകാവൂ. ഒരു 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന കുറ്റങ്ങളും കുറവുകളുമൊക്കെയേ നോമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിലേക്കുള്ള സൂചനയല്ലേ നോമ്പുകാരനതാ നോമ്പ് അവസാനിച്ച് ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുന്നത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായി കൊടുത്തു വിട്ടേണ്ടുന്ന ഫിത്തർ സക്കാത്തുൽ ഫിത്തർ. എന്തിനാണ് നിശ്ചയിച്ചത്? പല ലക്ഷ്യങ്ങളുമുണ്ട് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്തർ, അവിടുന്ന് അല്ലാഹുവിന്റെ അനുവാദപ്രകാരം നമുക്ക് നിശ്ചയിച്ചു തന്നു. തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരന്റെ നോമ്പിൽ വന്നിട്ടുള്ള അനാവശ്യങ്ങൾ, വേണ്ടായ്മകൾ, അരുതാഭാഷണങ്ങൾ, അവക്കൊക്കെ ഒരു ശുദ്ധീകരണം എന്ന നിലക്ക് ചിന്തിച്ചു നോക്കൂ. എത്രയാ കൊടുക്കാൻ പറഞ്ഞത്? ഒരു സാൾ. നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരി 2 കിലോയിൽ ഒരല്പം കൂടുതൽ വരുന്ന അളവ് ഓരോ വ്യക്തിയും കൊടുക്കേണ്ടുന്ന അളവാണിത്. 30 ദിവസത്തെ നോമ്പിന് പരിഹാരമായി 30 ദിവസത്തെ നോമ്പിൽ സംഭവിച്ചേക്കാവുന്ന പാപങ്ങൾക്ക് പരിഹാരമെന്നോണം നിശ്ചയിക്കപ്പെട്ടത് കേവലം 2 കിലോ അരി. 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന പാപങ്ങളാണോ നമ്മുടെയൊക്കെ വ്രതത്തിൽ വന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന പാപങ്ങളെ ഏറിയ വരാവൂ. അല്ലാഹുവേ, എന്താണ് നമ്മുടെ നോമ്പിന്റെ സ്ഥിതി? എന്തായിരിക്കും അത്? മുടിനാരി ഇഴകീറി തൂക്കപ്പെടുന്ന ദിവസത്തിൽ നമ്മുടെ സൗമിന്റെ അളവ് എത്രയായിരിക്കും? ശുദ്ധീകരണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിന് പുറമെ
തുഅമതൽ ലിൽ മസാകീൻ, പാവങ്ങൾക്കുള്ള ഭക്ഷണം കൂടിയാണത്. മൻ അദ്ദാഹ, ആരെങ്കിലും അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, കൊടുത്തു വിട്ടിയാൽ, ഖബല സ്വലാ, നിസ്കാരത്തിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വിട്ടണം. എങ്കിലേ ഫഹിയ സകാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് ആവണമെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. വമൻ അദ്ദാഹാ ബഅദ സ്വലാഹ്, നിസ്കാരത്തിന്റെ ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിലോ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്, അത് കേവലം ഒരു ധർമ്മം, ഫിത്ർ സക്കാത്തിൽ പെടുകയില്ല, ആ ബാധ്യത വിടുകയില്ല. അതുകൊണ്ട് കൃത്യമായി അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണിത്. ഒന്നുകിൽ വെക്കിരി നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിക്കുക കൊടുക്കാൻ. പലപ്പോഴും ചെയ്യുന്ന ഒരു സംവിധാനം അങ്ങനെയാണ്. സമയമായി കഴിഞ്ഞാൽ എന്റെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ വിതരണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു വ്യക്തിയെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മളൊരു ഫണ്ടായി ഇവിടെ നിശ്ചയിക്കപ്പെട്ട 20 ദിർഹം നൽകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നിയ്യത്തതായിരിക്കണം. സമയമായിട്ടില്ല, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയമായിട്ടില്ല. പക്ഷേ സമയമാകുന്നതിന് മുമ്പേ ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്, സമയമായാൽ നിങ്ങളത് നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ള നിലക്കല്ല കൊടുക്കേണ്ടത്. സമയമായിട്ടില്ല. അതിന്റെ മുൻപുള്ള സമയം എന്ന് പറയുന്നത് പെരുന്നാളിന്റെ മുമ്പ് 2 ദിവസം മുമ്പ് വരെ സഹാബിമാര് കൊടുത്തതായി കാണാം. അതിലപ്പുറം രേഖകളിലില്ല. സമയമായാൽ കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന നിലക്ക് നാം കൊടുക്കുക. ഏതുപോലെ ഹാജിമാർക്ക് അറവ് നിർബന്ധമാണ്. ചില സന്ദർഭങ്ങളിൽ അറക്കേണ്ടത് ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജിന് 10-നാണ് അറവ് നടത്തേണ്ടത്, മുമ്പ് അറവ് പാടില്ല. ദുൽഹജ്ജ് 10-ന് നടക്കേണ്ടുന്ന അറവ് സമയമായാൽ നിങ്ങൾ എനിക്ക് വേണ്ടി അറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ നാം മക്കയിൽ പോയി അതിനാവശ്യമായ ദിർഹം, ഉരുവിന് വാങ്ങാൻ ആവശ്യമായ ദിർഹം നാം കൊടുത്തേൽപ്പിക്കാറുണ്ട്. നമ്മോട് ആ ബാധ്യത അതോടുകൂടെ തീരുന്നു. ആ സമയത്ത് അവരത് നിർവഹിക്കാൻ. സമയമാകുന്നതിന് മുമ്പേ നമ്മൾ ആരും അറുത്തതല്ല, അതിനു വേണ്ട തുക കൊടുത്തതാണ്. സമയത്ത് ആ കർമ്മം നിർവഹിക്കാൻ ഒരാളെ ഏൽപ്പിച്ചതാണ്, അക്കാലത്താക്കിയതാണ്. ഇതുപോലെ സമയമാകുമ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്വീകാര്യയോഗ്യമായി തീരേണ്ടതുണ്ട്. പാവങ്ങളായ ആളുകൾക്ക് നേരത്തെ ആഹാരം കിട്ടേണ്ടതുണ്ട്, കഷ്ടതകൾ തീരേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരണം നടക്കണം. നമ്മുടെ മനസ്സുകൾ ശുദ്ധമാവണം, ഇബാദത്തുകൾ ശുദ്ധമാവണം, പാവങ്ങൾ കഷ്ടപ്പെടാനും പാടില്ല. ഈ ഉദ്ദേശത്തിനൊക്കെ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ നിമിഷങ്ങൾ വളരെ ധന്യമാണ്. വളരെയേറെ പ്രാധാന്യപ്പെട്ട അവസരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങാടി തണ്ടൽ ഒഴിവാക്കുക. വളരെ നിർബന്ധ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അവസാനത്തെ 10 ദിവസങ്ങളായി കഴിഞ്ഞാൽ അങ്ങാടികളിൽ അവർ കുറവാണ്, പള്ളികളിൽ വളരെ കൂടുതൽ സമയമാണ്. ഇത്തികാഫിൽ തന്നെയാണ് നബിയും അതുപോലെ തന്നെ അനുചരന്മാരിൽ പലരും. പള്ളികളിൽ ആളുകൾ കുറവും അങ്ങാടികളിൽ കൂടുകയുമാണ്. നമുക്ക് പെരുന്നാളിനോട് അടുത്തു കഴിഞ്ഞാൽ, റമദാനിന്റെ അവസാന ദിവസങ്ങൾ എത്തിയാൽ ട്രാഫിക്കാണ്, റോഡ് ജാമാണ്. എന്താണ് കാരണം? പള്ളികളിൽ കാലിയാവുകയാണ്, പുറത്തേക്ക് ഒഴുകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ നേരെ മദീന അങ്ങാടികൾ, തെരുവുകളൊക്കെ ജനങ്ങളിൽ നിന്ന് വിജനമാവുകയാണ്. ജനങ്ങൾ കാണുന്നില്ല അങ്ങാടികളിൽ, എല്ലാവരും പള്ളിയിലാണ്. 2 കാലഘട്ടത്തിന്റെയും വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഓർക്കുക. ആ മഹാനുഭാവന്മാർ നടന്നു കയറുന്ന സ്വർഗത്തിലേക്ക് വേണം ഞാനും നിങ്ങളും കടന്നു കയറാൻ. അല്ലാഹുവേ, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ടതില്ലേ? അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, വേദനിക്കുന്ന മനസ്സുമായി, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഒറ്റയ്ക്ക് കിട്ടുന്ന നിമിഷങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞുകൂടിക്കോളൂ, കരഞ്ഞു കഴിഞ്ഞുകൂടിക്കോളൂ. പൊറുക്കും നാഥൻ റബ്ബുൻ ഗഫൂർ, റബ്ബുൻ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ് നാഥൻ. നിരാശ പിടികൂടരുത്. പക്ഷേ ഇനി തെറ്റിലേക്ക് മടങ്ങില്ലെന്ന ബോധമുണ്ടാകണം. ഇപ്പൊ റമദാനാണ്, ഇതൊരു സീസണാണ്. ശവ്വാല് പറക്കട്ടെ, ശവ്വാല് പറക്കട്ടെ. പഴയകാല ജീവിതത്തിന്റെ എല്ലാ ചെളിക്കുണ്ടിലേക്കും ഞാൻ ഇറങ്ങി നടക്കുമെന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തയുണ്ടെങ്കിൽ ആ തൗബ കപടന്റെ തൗബയാണ്. പടച്ച തമ്പുരാൻ അത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തരും. അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല.
മടക്കമില്ലാതെ തിന്മയിലേക്ക് മടങ്ങാതെ ശുദ്ധമായ ഒരു ജീവിതത്തിലായിരിക്കും നാഥ എന്ന് ഭാവിയെ സംബന്ധിച്ച് നമ്മേക്കാൾ അറിയാവുന്ന, എല്ലാം അറിയാവുന്ന നാഥനോടാ പറയേണ്ടത്. ഇനി എന്റെ ജീവിതം ശുദ്ധമായിരിക്കും. അത് മനസ്സറിഞ്ഞു പറഞ്ഞ് തൗബത്തൻ നസൂഹാ, ആത്മാർത്ഥമായ മടക്കം മടങ്ങുക. സർവശക്തനായ അല്ലാഹുവിനോട് അങ്ങനെ ഖേദിച്ചു മടങ്ങിക്കൊണ്ട് അനുഗ്രഹീതമായ രാവുകൾ ഇനിയും വരാനിരിക്കുകയാണ്. ആ രാവുകളിലൊന്നും പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ, മഹത്വത്തിൽ നിന്ന് മാറിപ്പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെടാതെ ആ വലിയ നിമിഷങ്ങളെ സാംശീകരിച്ചെടുക്കുന്ന, നേടിയെടുക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സാധുക്കളായ ദോഷികളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് തന്നെ പാപങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു നിർമ്മലമാക്കി പവിത്രമാക്കി അവന്റെ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചേരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ എല്ലാവരെയും ഉണർത്തുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. സർവശക്തനായ നാഥൻ ഭക്തിനിർഭരമായ ഒരു ജീവിതം എല്ലാ കാലത്തും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസക്കാലത്തെ നിരന്തരമായ ശ്രമം, ത്യാഗം ചെയ്ത ആളുകൾക്ക് കൂലി കൊടുക്കുന്ന സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഈദിന്റെ ദിവസം. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടി വിശന്ന, എനിക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെച്ച, എനിക്ക് വേണ്ടി ദാഹം സഹിച്ച അടിമകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കൂട്ടാനും അവർക്ക് ഭക്ഷണം, അവരിഷ്ടം പോലെ ഭക്ഷണം കഴിക്കട്ടെ, സന്തോഷിക്കട്ടെ, നല്ലതുടുക്കട്ടെ, സൗഹാർദ്ദം പുതുക്കട്ടെ, സന്തോഷം പൂത്തുലയട്ടെ എന്ന നിലക്ക് ആ തക്ബീർ ധ്വനികൾ ഈ തൗഫീഖ് നൽകിയ നാഥനെ സ്തുതിച്ചുകൊണ്ട് നൽകി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന മഹത്തായ ഒരു സുദിനം നമുക്ക് വരാനുണ്ട്. റമദാൻ 30 കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ റമദാൻ 29 പൂർത്തിയായി ശവ്വാൽ പിറ കണ്ടു കഴിഞ്ഞാൽ ഈദുൽ ഫിത്തർ നോമ്പിനെ മാനിച്ചവർക്കുള്ള ആഘോഷമാണ്. നോമ്പിനെ ആദരിച്ചവർക്കുള്ള മാസമാണ്. നോമ്പിനെ അവഹേളിച്ച, അതിന്റെ മര്യാദകൾ ലംഘിച്ച ആരെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാൻ വലിഞ്ഞു കയറുന്നുവെങ്കിൽ ക്ഷണിക്കാത്ത സദ്യക്ക് വലിഞ്ഞു കയറിയവനാണവൻ, അവൻ അതിനർഹനല്ല. റമദാനിനോടും ഖുർആനിനോടുമൊക്കെ നീതി പുലർത്തിയവൻ ആഘോഷിക്കാനുള്ള ദിവസമാണ് ഈദുൽ ഫിത്തർ. ആ ദിവസത്തിൽ എന്ത് നിർവഹിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം വലിയ തൗഫീഖ് നൽകി, ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകി. അതിലൂടെ നിങ്ങൾ അങ്ങ് യാത്ര ചെയ്തു, പടച്ചതമ്പുരാന്റെ ഭവനത്തിൽ നിങ്ങൾ കയറി, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രകാശത്തെ നിങ്ങൾ ധാരാളമായി കേട്ടു, പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി, ഏറെ നേരം നിസ്കരിച്ചു. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് തൗഫീഖ് നൽകപ്പെട്ട മാസമാണ്. അതിനൊക്കെ തൗഫീഖ് നൽകിയ അല്ലാഹ് നിനക്ക് സർവസ്തുതിയും എന്ന് പറയാനും, അവനെ വാഴ്ത്താനും, അവനെ പ്രകീർത്തിക്കാനും, അവനെ മഹത്വപ്പെടുത്താനും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇതിനൊക്കെ നിങ്ങൾക്ക് തൗഫീഖ് നൽകിയ, നിങ്ങളെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തിയ അല്ലാഹുണ്ടല്ലോ, ആ അല്ലാഹനെ നിങ്ങൾ തക്ബീർ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ, മഹത്വപ്പെടുത്താൻ. തക്ബീർ തക്ബീർ, വിശ്വാസികളെന്ന് മുഴക്കുന്ന തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹയാണ് ഏറ്റവും എനിക്ക് വലുത്, വേറൊന്നും എന്റെ മുമ്പിൽ വലുതല്ല. എന്റെ കണ്ണുകൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് അള്ളാന്റെ ആഗ്രഹത്തിന്റെ മുമ്പിൽ ഞാൻ ബലി കഴിക്കും. എന്റെ കാതുകൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ചില പണക്കൊതികളുണ്ട്, എനിക്കൊരുപാട് താല്പര്യങ്ങളുണ്ട്. ഏത് താല്പര്യവും എനിക്ക് അവഗണിക്കും ഞാൻ. അല്ലാഹയാണ് എനിക്ക് ഏറ്റവും വലുത്. അല്ലാഹു അക്ബർ. അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ. എല്ലാ നിലക്കും ഈ അനുഗ്രഹങ്ങളുടെ പാതയിൽ നീങ്ങാനുള്ള തൗഫീഖ് നൽകിയ നാഥനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
അള്ളാഹ് അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഭക്തി നിർഭരമായ ഒരു ജീവിതത്തിലൂടെ പോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എല്ലാം അതിന് തൗഫീക്ക് നൽകിയത് നാഥനാണ്. വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സർവസ്തുതിയും അവനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന, ഇത് മുഴക്കിക്കൊണ്ടിരിക്കേണ്ടുന്ന അനർഘമായ പ്രഭാതമാണ് ഈദുൽ ഫിത്തറിന്റെ പ്രഭാതം. ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ മൗനമായി പോകാനല്ല പഠിപ്പിക്കപ്പെട്ടത്. എന്തെങ്കിലും അല്പം ഭക്ഷണം കഴിച്ച്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ അനുസരിച്ച് അവിടുന്ന് കാരക്കയാണ് കഴിച്ചത്. അതിന്റെ എണ്ണം ഒറ്റയാക്കി. ഒരു കാരക്ക 3, 5, 7, ഒരു ചെറിയ തോതിൽ ഒരു ലഘുഭക്ഷണം കഴിച്ച് ആ നിലയ്ക്ക് അതൊരു സുന്നത്താണ്. പള്ളികളിലേക്ക് പുറപ്പെടുക, ഉള്ളതിൽ മുന്തിയ, ഉള്ളതിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. സ്ത്രീയാണെങ്കിൽ ഇസ്ലാമികമായി എന്താണ് കണിശമായ നിയമമെങ്കിൽ ആ നിയമം കൃത്യമായി പാലിക്കുക. സ്ത്രീയും പുരുഷനുമൊക്കെ ആ കാര്യങ്ങളിൽ. പെരുന്നാളിന് പാന്റ് തുന്നിക്കുന്നുണ്ട്, പെരുന്നാളിന് വസ്ത്രം തുന്നിക്കുന്നുണ്ട്. എരിയാണിക്ക് താഴെ റോഡടിച്ചു വാരുന്ന വസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെ ടൈറ്റ് ഫിറ്റ് ഷർട്ടുകളാണ് ചെറുപ്പക്കാർക്കുള്ളത്. ഒന്ന് റുക്കൂഴ് ചെയ്താൽ, ഒന്ന് സുജൂദ് ചെയ്താൽ തന്റെ ആസനം വെളിവാകുന്ന നിലക്ക് ഔറത്ത് വെളിവായിക്കൊണ്ട് നമസ്കരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾ നമ്മുടെ പള്ളികളിൽ നിന്ന് തീരാ ശാപമാണവർ. അല്ലാഹുവേ, ആരോട് പറയണം ഈ സങ്കടം? എത്ര ചെറുപ്പക്കാർ സുജൂദിൽ പോയാൽ അവരുടെ ഔറത്ത് വെളിവാവുകയാണ്, അങ്ങനത്തെ ഷർട്ട് ധരിക്കുകയാണ്. അതുപോലെ തന്നെ ആ അവസ്ഥയിലാണ് എരിയാണിക്ക് താഴെയുള്ള വസ്ത്രം. ഏതെല്ലാം രൂപത്തിൽ ഇസ്ലാം വിരോധിച്ചതുണ്ടോ അതെല്ലാം പിശാച് രംഗത്ത് കൊണ്ടുവരികയാണ്. നാം ആ ചര്യകളൊക്കെ പാലിക്കുക. ഇസ്ലാമികമായ മാനം ഒരു മാസക്കാലം നേടിയെടുത്തതാണ് ആ തഖ്വ. അത് അവിടുന്ന് അങ്ങോട്ടൊക്കെ നിലനിൽക്കട്ടെ. പള്ളികളിൽ, അതുപോലെ തന്നെ ഈദ്ഗാഹുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ പള്ളികളിലല്ല നിസ്കാരം നടന്നത്. പള്ളികളിലും ആവാം, പക്ഷേ അവിടുന്ന് നിസ്കാരം നിർവഹിച്ചത് മൈതാനത്താണ്. എല്ലാവരോടും പോകാൻ പറഞ്ഞു. നമസ്കാരമില്ലാത്ത ഋതുമതികളായ സ്ത്രീകളോട് വരെ പെരുന്നാൾ മുസല്ലയിലേക്ക് പുറപ്പെടാൻ പറഞ്ഞു. പക്ഷേ അവർ നമസ്കാരാവസരത്തിൽ ഹയ്യദുകളായ ആളുകൾ, ഋതുമതികൾ നിസ്കാര സമയത്ത് ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, അതവർക്ക് പറ്റില്ലല്ലോ. അന്ന് നടക്കുന്ന പ്രാർത്ഥനകളിലും തക്ബീറുകളിലുമൊക്കെ ഖൈറായ കാര്യങ്ങളിലുമൊക്കെ ഫല്യശ്ഹദ്ന, ആ സ്ത്രീകളും പങ്കുകൊള്ളട്ടെ, സാക്ഷിയാവട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നും ഈദ്ഗാഹുകളിൽ നിന്ന്, പെരുന്നാൾ മുസല്ലകളിൽ നിന്ന് നിയമപ്രകാരം സ്ത്രീകൾ പോകുന്നതിനെ പോലും ചോദ്യം ചെയ്യുന്ന, അത് നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഏർപ്പാടാണെന്ന് പറയുന്ന, സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഈദ്ഗാഹുകളിൽ വെച്ച് പരസ്യമായി കിഞ്ചന വർത്തമാനം പറയാനാണെന്നും കിന്നരിക്കാനാണെന്നും യാതൊരു നിലക്കുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ എഴുതിവിടുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവരും ഇറങ്ങട്ടെ, എല്ലാവരും ഇറങ്ങട്ടെ എന്നാണ്. മാന്യമായ നിലക്ക് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്തവർ തന്റെ സഹോദരിയിൽ നിന്ന്, അല്ലെങ്കിൽ തന്റെ സഹോദരി ഉള്ളതില്ലെന്ന് നൽകിയിട്ടെങ്കിലും ആ ദിവസം അവരും വരട്ടെ എന്നാണ്. സ്ത്രീകൾ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടൽ വെറും സുന്നത്ത് മാത്രമല്ല, വുജൂബാണെന്ന് അഭിപ്രായപ്പെട്ട സ്വഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ അവർ അത്രയും ഉൾക്കൊണ്ടു എന്നർത്ഥം. ശരി, നിസ്കാരം നിർവഹിക്കുന്നു, ശേഷം ഉത്ബോധനം നടക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ഈദ്ഗാഹുകളിൽ അലങ്കോലപ്പെടുത്തിയിട്ടില്ല. നിസ്കാരം കഴിഞ്ഞു, ഇനി എഴുന്നേറ്റ് നടക്കുക ഇല്ല, അച്ചടക്കത്തോടെ അവരിരുന്ന് ശ്രദ്ധിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, നോമ്പ് നോറ്റു, നിസ്കാരവും കഴിഞ്ഞു, എല്ലാം ഖലാസ്, എല്ലാം കഴിഞ്ഞു, ഭക്തിയുടെ സീസൺ അവസാനിച്ചു, മടങ്ങാം പഴയ ചെളിക്കുണ്ടിലേക്ക് തീരുമാനമെടുത്തുകൊണ്ട് പിശാചിന്റെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരു മാസക്കാലം വല്ലതും നേടിയെങ്കിൽ ആ നേടിയതിനെ തകർത്ത് തരിപ്പണമാക്കാൻ എല്ലാ പിശാചുക്കളും സടകുടഞ്ഞെഴുന്നേറ്റു തുടങ്ങി. പത്രങ്ങളിൽ കണ്ടില്ലേ, ഇശൽ സന്ധ്യകൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടു, നൃത്തനൃത്യങ്ങൾ ചാർട്ട് ചെയ്യപ്പെട്ടു. നാട്ടിൽ നിന്ന് പലർക്കും വിസിറ്റ് വിസ അയക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ നടീനടന്മാർ വരാൻ പോവുകയാണ്.
ഇശൽ സന്ധ്യയ്ക്ക് വേണ്ടി ഗായിക ഗായകന്മാർ ഓർക്കസ്ട്ര ഗ്രൂപ്പുകൾ അണിനിരക്കാൻ പോവുകയാണ്. വേദികൾ ബുക്ക് ചെയ്യപ്പെട്ടു, ടിക്കറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനുവേണ്ട രൂപത്തിലുള്ള കൃത്യമായ ഒരുക്കങ്ങളും ചരടുവലികളും നടന്നു തുടങ്ങി. വിശ്വസിച്ച മുസ്ലിമേ, ഒരൊറ്റ കാര്യം പറയട്ടെ. ഇതുവരെ ഒരു മാസക്കാലം നീ നിന്റെ കണ്ണുകൊണ്ട് പവിത്രമായ പരിശുദ്ധ ഖുർആനാണ് നോക്കി വായിച്ചത്. പരിശുദ്ധ ഖുർആനാണ് നിന്റെ ഈ കാതുകളിലേക്ക് നീ മുഴക്കി കേൾപ്പിച്ചത്. അങ്ങനെ നീ വൃത്തിയാക്കിയ പാപത്തിന്റെ കറകൾ നിന്റെ കണ്ണുനീരുകൊണ്ട് തൗബ കൊണ്ട് കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കിയ ഈ കണ്ണുകൾ, ഈ കാതുകൾ, ഈ നാവ്, ഈ കൈകാലുകൾ, ഈ ശരീരം അത്തരത്തിൽ ഒരു മജ്ലിസിൽ പോയി ഇരുന്നു കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടായാൽ ശപിക്കപ്പെടും നമ്മൾ തീർച്ചയാണ്. ഈ ഉള്ളവന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന എത്ര ആളുകളുണ്ടെങ്കിൽ മുഴുവൻ ആളുകളോടും സ്നേഹത്തോടുകൂടി ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്ക് പറയുകയാണ്, ഈ കണ്ണുകൾ പവിത്രമാണ്, അല്ലാഹ് തന്നതാണ്. ഈ കാത് പവിത്രമാണ്, അല്ലാഹ് തന്നതാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള മജ്ലിസിൽ ദയവായി പോയി ഇരുന്നു കൊടുക്കരുതേ. ഏത് പാർട്ടിക്കാരൻ ഏത് അഡ്രസ്സിൽ നടത്തട്ടെ, അല്ലാഹ് വെറുത്ത സംഗതികളിലേക്ക് നിങ്ങൾ നോക്കിക്കൂടാ. ഖുർആൻ ഓതിയ ഈ കണ്ണുകൾ കൊണ്ട്, ഖുർആൻ നോക്കി വായിച്ച ഈ കണ്ണുകൾ കൊണ്ട് ഒരു പെണ്ണിന്റെ ഔറത്ത് ഇനി കാണാൻ ഇനി ഞാൻ തയ്യാറാവില്ല റബ്ബേ എന്ന പ്രതിജ്ഞയുമായേ നിങ്ങൾ ഈ പുണ്യപൂർണമായ ദിവസത്തിൽ വിട പറയാവൂ എന്നൊരപേക്ഷ എനിക്കുണ്ട്. ഞാൻ ഒരുപാട് സമയങ്ങളിൽ ഇത് പറയാറുണ്ട്. നമ്മൾ ചിന്തിക്കുക, അള്ളാഹ് നിനക്ക് വേണ്ടി നോമ്പെടുത്തുകൊണ്ട് തഖ്വയുണ്ടാകാൻ വേണ്ടി ഇശാ നമസ്കാരം തറാവീഹ് നിസ്കാരത്തിൽ ദീർഘമായി പങ്കെടുത്ത ഞാൻ, എന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞ ഞാൻ, എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി സ്വതക്ക കൊടുത്ത ഞാൻ, നോമ്പെടുത്ത ഞാൻ, അല്ലാഹ് ഞാൻ ഈ വൃത്തികെട്ടവന്മാരുടെ സദസ്സുകളിൽ പോയിരിക്കണോ? ഇസ്ലാമിനെ പരിഹസിക്കുന്ന വേദികളാണെന്ന് കലയുടെ പേരിൽ അരങ്ങേറുന്നത്. കലാസാഹിത്യങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ, ഇസ്ലാമിന്റെ തത്വങ്ങളെ പരസ്യമായി ചവിട്ടി അരക്കുന്ന വേദികളാണ് കലയുടെ പേരിൽ അരങ്ങേറുന്നത്. എന്തായാലും ഗാനമേളയായാലും ഓർക്കസ്ട്രയായാലും സിനിമയായാലും സീരിയലായാലും നൃത്തനൃത്യങ്ങളായാലും ഏത് പരിപാടികളാണെങ്കിലും, അത് മാപ്പിളപ്പാട്ട് എന്ന് പേരിട്ടിട്ടായിരുന്നാലും, മാപ്പിള പേരുള്ള പെണ്ണാണെങ്കിലും ആരാണെങ്കിലും അത് നടത്തുന്നത് പിശാചിന്റെ കുഴലൂത്തുകാരാണവർ. ഇത് പടച്ച റബ്ബുരാന് വേണ്ടിയാ പറയുന്നത്. ഇത് പടച്ച റബ്ബിന് വേണ്ടിയാണ് പറയുന്നത്. അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഈ മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരാണ് ആ താളമേളങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതെങ്കിൽ, പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഈ പള്ളിയുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഈ ശബ്ദമുണ്ട്, ഈ സ്പീക്കറുണ്ട്, ഈ മണ്ണുണ്ട്. അത് സംസാരിക്കും, ഉറപ്പാണ്, ഉറപ്പാണ്. വല്ലാഹി ഒരു സംശയവും ആർക്കും വേണ്ട. ഞാനും നിങ്ങളും ഒരു മാസക്കാലം ഓതി പുണ്യം നേടാൻ ഏറ്റവും വലിയ ശ്രമം നടത്തിയ ഖുർആനിന്റെ ഒരു വചനം കേൾപ്പിക്കട്ടെ, ഒരൊറ്റ വചനം കേൾപ്പിക്കട്ടെ. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. ഓ ജനങ്ങളെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലാഹ് നമ്മളോട് പറയുകയാണ്, നീ കണ്ടു കഴിഞ്ഞാൽ, ആരെ കണ്ടാൽ? അല്ലദീന യഖൂദൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ അനാവശ്യമായി മുഴുകുന്ന ആളുകൾ, ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ. അതാ ആയത്തിന്റെ വിശദീകരണം എന്നോണം മറ്റൊരായത്ത് കേൾക്കൂ. വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹ് യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم. അല്ലാഹുവിന്റെ ആയത്തുകൾ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, ഇസ്ലാമിന്റെ സംസ്കാരത്തെ അവഹേളിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന വർത്തമാനങ്ങളോ ഗാനങ്ങളോ എന്ത് തന്നെ പരിപാടികളാണെങ്കിലും അത്തരം വേദികളിൽ ഫലാ തഖഉദൂ മഅഹും, അത്തരക്കാരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊടുത്തുകൂടാ, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല.
നിങ്ങൾ അവരെ കൂടെ ഇരുന്ന ഇന്നക്കും ഇതം മിസ്ലുഹും, നിങ്ങളും അവരെ പോലെയാണ്. എനിക്ക് ഓസിക്ക് ടിക്കറ്റ് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഞാനേറെ സ്നേഹിക്കുന്ന പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയാണ്, അതുകൊണ്ട് ഞാൻ മുന്നിൽ വേണം, ഞാനൊരു ഗായകനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് താളമേളങ്ങൾ വിരോധിച്ചെങ്കിൽ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് അത് വിരോധിച്ചെങ്കിൽ എനിക്കത് ബാധകമല്ലെന്ന മട്ടിൽ ഞാൻ തബലയടിക്കുന്ന സദസ്സിൽ പോകുന്നു, ഗിറ്റാർ വായിക്കുന്ന സദസ്സിൽ പോകുന്നു, ഹാർമോണിയം വായിക്കുന്ന സദസ്സിൽ പോകുന്നു, മദ്ദളം കൊട്ടുന്ന സദസ്സിൽ പോകുന്നു, ചെണ്ടയടിക്കുന്ന വേദിയിൽ പോകുന്നു, കുഴലൂരുന്ന വേദിയിൽ പോകുന്നു, പെണ്ണ് ആടിക്കളിക്കുന്ന വേദിയിൽ പോകുന്നു, പെണ്ണ് പാടുന്ന വേദിയിൽ പോകുന്നു. ഈ അനാവശ്യത്തിന്റെ പിശാചിന്റെ കുഴലൂത്തുകാരുടെ വേദിയിൽ മുസ്ലിമേ, ഒരു മാസക്കാലം നേടിയെടുത്ത നിന്റെ തഖ്വ കൊണ്ട് അത് കളഞ്ഞു കുളിക്കാൻ പോകുന്നുവെങ്കിൽ വല്ലാഹി അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് പറയാനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? പടച്ചവനെ പേടിയുള്ളവരോട് പറയുകയാണ്, ഉത്ബോധനങ്ങൾ ഉപകരിക്കും അവർക്ക്. ഫദക്കിർ, ആർക്കും അറിയാത്തൊരു വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ആരും ആദ്യം കേൾക്കുകയല്ല. പക്ഷേ എങ്കിലും ഫദക്കിർ നബിയെ മുന്നറിയിപ്പ് നൽകൂ, ഉത്ബോധിപ്പിക്കൂ നബിയെ. കാരണം ഉത്ബോധനം, മുന്നറിയിപ്പുകളൊക്കെ മുനാഫിക്കിന് ഉപകരിച്ചില്ലെന്ന് വന്നേക്കും. അവനതൊരു കാതുകൊണ്ട് കേട്ട് മറുകാതിലൂടെ തള്ളും. പക്ഷേ തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് ഉപകരിക്കും നബിയേ. അതുകൊണ്ട് ഉത്ബോധനം നിർത്തരുതാ പറഞ്ഞത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാം, പല പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തവരുണ്ടാകും, പല രാഷ്ട്രീയക്കാരുണ്ടാകും, പല സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ടാകും. എല്ലാവരോടും ഞാൻ പറയുകയാണ്, വല്ലാഹി ആർക്കും വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ സാന്നിധ്യം പിശാചിന്റെ രംഗങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പുകാരന്റെ പിന്നാലെ പോയി തൊലക്കരുത്. ഈ നൃത്യങ്ങൾ ആടിത്തിമർക്കുന്ന അള്ളാഹുവിന് വെറുപ്പുള്ള ഈ സംഗതികളുടെ കുഴലൂത്തുകാരുടെ പിന്നാലെ ഒരു നിലക്കും സഹകരിച്ചു കൊടുത്തു പോകരുത്. അത് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും വേണ്ട. നിങ്ങളുടെ ഈ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് വ്യഭിചരിക്കരുത്. പെരുന്നാളിന്റെ പ്രത്യേക പ്രോഗ്രാം എന്ന നിലയ്ക്ക് പല പ്രത്യേക പദ്ധതികളും പലരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് റിലീസാകാൻ നിൽക്കുന്ന സിനിമകളുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങിയ പ്രത്യേക പ്രോഗ്രാമുകളുണ്ട്. ആരും കാണുന്നില്ലല്ലോ, വാതിലടച്ച് ഒറ്റക്ക് ഞാനെന്ന് പെരുന്നാൾ ആഘോഷിക്കട്ടെ. വേണ്ട വേണ്ട, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചോളൂ. ഫിസ്സിർരി വൽ അലാനിയ, പരസ്യത്തെക്കാൾ ശുദ്ധമായിരിക്കട്ടെ നമ്മുടെ രഹസ്യം, പരസ്യത്തെക്കാൾ ശുദ്ധമാവട്ടെ നമ്മുടെ സ്വകാര്യം. ചിന്തിക്കൂ സഹോദര, എവിടെയാണ് നമ്മളുള്ളത്? കത്തിയാളുന്ന നരകത്തിയെ കുറിച്ച് എന്ത് സമാധാനമാണ് നമുക്കുള്ളത്? പടച്ചവനെ, അല്ലാഹുവേ, നമ്മൾ മനസ്സ് പൊട്ടേണ്ട നേരമല്ലേ? എന്തെല്ലാം എന്റെ ജീവിതത്തിൽ വന്നു റബ്ബേ. നമ്മൾ ഓരോ പേരും പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നിന്റെ നേതാക്കന്മാരായിട്ട് സർവ്വ തോന്നിയാസങ്ങളും നമ്മൾ സ്പോൺസർ ചെയ്യാൻ, അതിന് സഹകരിച്ചു കൊടുക്കണം പാടില്ല കേട്ടോ. ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലക്ക് അല്ലാഹനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, എന്റെ ഈ ശബ്ദം ശ്രവിച്ചിട്ടുള്ള ഒരൊറ്റ സഹോദരനും ശവ്വാലിന്റെ ദിവസത്തിൽ നിന്ന് മാത്രമല്ല ഒരിക്കലും ഈ വൃത്തികെട്ട രൂപത്തിലുള്ള സദസ്സുകളുടെ ആളുകളോ പ്രയോക്താക്കളോ പ്രണേതാക്കളോ പ്രയോജകരോ ആയിക്കൂടാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നമ്മളോട്. അതിനാ നോമ്പ് നോറ്റത്. ഒരു മാസക്കാലം നേടിയെടുത്തത് ഒരു ദിവസം കൊണ്ട് തകരാൻ എന്ത് എളുപ്പമാണ്. 100-200 നിലകളുള്ള ബിൽഡിങ്ങുകൾ പണിക്കാൻ എത്ര പ്രയാസമാണ്. എത്ര ആയിരം ആളുകളുടെ ശക്തി വേണം ഒരു ബിൽഡിംഗ് ഉയരണമെങ്കിൽ. പക്ഷേ ഏതെങ്കിലും ഒരു കുബുദ്ധി അവൻ വിചാരിച്ചാൽ മതി അത് തകർക്കാൻ ഒരു നിമിഷമേ വേണം, ഒരു ബട്ടണമർത്തിയാൽ മതി. ഒരു മാസക്കാലം നിസ്കാരത്തിലൂടെ ഖുർആനോത്തിലൂടെ ഒക്കെ പഠിച്ച് മനസ്സിലാക്കി നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് അല്ലാഹുവോട് തൗബ ചെയ്ത് കരഞ്ഞ് പാപത്തിന്റെ കറകളിൽ നിന്ന് ശുദ്ധരായ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പിശാചുക്കൾ ഒരുക്കുന്ന കെണിയിൽ പെട്ടുപോയാൽ നമ്മെ എന്തിനു കൊള്ളും? എനിക്കെന്റെ ഈമാനാണ് വലുതെന്ന് ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ എടുക്കുക. നമ്മെ തകർക്കാൻ ഒരു ഇബ്ലീസിനും സാധിക്കരുത്. തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതയെയും അല്ലാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാവാതെ ഞാൻ തീരുമാനിക്കണം എന്റെ കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അല്ലാഹുവേ നിനക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. ആ തീരുമാനത്തോടെ വേണം നിങ്ങൾ ഈ പള്ളി വിടാൻ. ആ തീരുമാനത്തോടെ നിങ്ങൾ അല്ലാഹുവോട് പറയണം. ഖദറിന്റെ രാത്രി വരാൻ പോകുന്ന രാത്രികളിൽ 27-ാം രാവ് മാത്രമല്ല, 28-ാം രാത്രിയും 29-ാം രാവും ഒക്കെ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രി. ഒറ്റ രാത്രി മാത്രമല്ല, ഇരട്ടയായി വരുന്ന രാത്രികളിലും ആവാം. എപ്പോഴാണ് അല്ലാഹുവിനെ അറിയൂ? പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട്. റഹ്മാനായ നാഥന്റെ ഏറ്റവും വലിയ തൗഫീഖ് ആവശ്യമുള്ളവരാണ് നമ്മൾ. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്, അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാഹുക്ക് ആരും ആവശ്യമില്ല. നമുക്ക് അല്ലാഹനെ വേണം. അല്ലാഹന്റെ അടുത്ത് നിന്ന് കൂട്ടം വിട്ടിട്ട് നമ്മൾ എവിടെ പോവാനാണ്? പടച്ചവനിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് എവിടെ പോവാനാണ്? ആരോടാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? ആരുടെ മുമ്പിലാണ് ഈ വ്യാഖ്യാനം നൽകുന്നത്? ആരുടെ മുമ്പിലാണ് ഈ പരിഹാസ്യരായി മാറുന്നത് നമ്മൾ? അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിമിഷങ്ങൾ നമ്മൾ ധന്യമാക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റഹ്മാനായ നാഥൻ ഇതുപോലെ ഇനി വരും റമദാനിൽ ഒരു വെള്ളിയാഴ്ച കൂടാൻ നമുക്ക് തൗഫീഖ് തരുമോ എന്തോ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ആയുസ് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. നിനക്കനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ മാത്രം, അള്ളാഹ്ക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാണ്. സർവ്വപാപങ്ങളും അറിയുന്നവനാണ് നാഥൻ. അള്ളാഹുവേ, നീ എല്ലാം അറിയുന്നവനാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ കണക്കാക്കാൻ കഴിയില്ല, നീ എല്ലാം കണക്കാക്കിയവനാണ്. നിന്റെ റെക്കോർഡിൽ അതെല്ലാം രേഖപ്പെട്ട് കഴിഞ്ഞു. പുറത്തു തരണം നാഥ. എന്ത് തന്നെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ നാഥ. പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങൾ. കടബാധ്യതകൾ കൊണ്ട് വലഞ്ഞിട്ടുള്ള സഹോദരങ്ങളുണ്ട്, ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. വിവാഹപ്രായമെത്തിയിട്ടും മക്കൾക്ക് യോജിച്ച ഒരു ഭർത്താവിനെ കിട്ടിയില്ല എന്ന ദുഃഖം കൊണ്ട് നീറുന്ന ഹൃദയങ്ങളുണ്ട്. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ടും കൊല്ലങ്ങളോളമായിട്ടും ഒരു സന്താന സൗഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന, മക്കളില്ലാത്തതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് നാഥ. ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്നതല്ലാതെ ഇന്നും പ്രയാസങ്ങൾ ബാക്കിയാണല്ലോ എന്നോർത്തുകൊണ്ട് പ്രയാസങ്ങളുടെ നെരിപ്പോടിൽ കരിഞ്ഞമരുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങൾ ഇൽമു കുറഞ്ഞവരാണ് അല്ലാഹുവേ, അറിവ് കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ് നാഥ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഞങ്ങളുടെ ദീനിന്റെ കാര്യമാണെങ്കിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും പടച്ചതമ്പുരാനെ നീയാണ് അറിയുന്നവൻ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ നാഥ. ഏത് പ്രതിസന്ധികളിലും നാഥ തളരാതെ നീ ഞങ്ങൾക്ക് തുണയാകണേ നാഥ. ശിർക്കിന്റെ പ്രചാരകന്മാർ, ബിദ്അത്തിന്റെ പ്രചാരകന്മാർ സർവ്വരൂപത്തിലുള്ള സജ്ജീകരണങ്ങളുമായി ഞങ്ങളുടെ പണ്ഡിതന്മാർക്കെതിരെ ഗൂഢമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവേ, തൗഹീദിന്റെ കലിമത്ത് ഉറക്കെ പറയാൻ, ആദർശത്തിന്റെ രംഗത്ത് വളച്ചുകെട്ടില്ലാതെ സത്യം പറയാൻ ആർജവം തരണേ റഹ്മാനേ. നീ ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ നാഥ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അത് നിന്നോട് പറയാൻ പാത്രമല്ലാത്ത എത്രയോ ധാരാളമാണ്. നമ്മൾ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, മുമ്പ് ചെയ്തത്, ശേഷം ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇനി എന്തൊക്കെയാണോ അതൊക്കെ അറിയാത്തത്. എന്നെക്കാളൊരു നിനക്കാണ് റബ്ബേ അറിയുക. അല്ലാഹുവിനോട് നാം ഏറ്റുപറയുന്നു, നാഥ, നിന്റെ കവാടത്തിങ്കൽ ഞങ്ങൾ മുട്ടുകയാണ്, നീ ഞങ്ങളെ നിരാശരാക്കരുത് നാഥ. സർവ്വപാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്ക് മാത്രമായിരിക്കണം ഈ പവിത്രമായ രാവുകളോട്, ഈ പകലുകളോട്, ഈ മാസത്തോട് ഞങ്ങൾ ഇവിടെ പറയുന്നത്. പടച്ചതമ്പുരാനെ, നിന്റെ കോടതി, നിന്റെ കലാം സംസാരിക്കുമ്പോ, ഈ പരിശുദ്ധമായ വ്രതം സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് അനുകൂലമായി വർത്തമാനം പറയുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. എന്നെ അവഹേളിച്ചവനാണിവൻ, എന്നെ പഠിക്കാത്തവനാണിവൻ, എന്നെ മാനിക്കാത്തവനാണിവനെന്ന് ഖുർആൻ കേസ് കൊടുക്കുന്ന, നോമ്പ് കേസ് കൊടുക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളുടേതായ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ അറിയുന്നവനാണ്. നീ എല്ലാം പരിഹരിച്ചു തരണം നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.